യൂറോപ്യൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മായ്ച്ചു കളയപ്പെട്ട രാഷ്ട്രമാണ് യുക്രൈൻ. ഒരു ജനതയുടെ ഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, മറിച്ച് അവർ ആരാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണെന്ന് ആധുനിക പണ്ഡിതന്മാർ കണ്ടെത്തുന്നതിനു മുൻപേ അധിനിവേശ ശക്തികൾ അത് തിരിച്ചറിഞ്ഞിരുന്നു. ഒരു ഭാഷയെ നശിപ്പിക്കുക എന്നാൽ ആ ജനതയെ നിശബ്ദമാക്കുക മാത്രമല്ല, അവരുടെ ആന്തരിക ലോകത്തിൻ്റെ ഘടനയെയും അവരുടെ സങ്കടങ്ങളുടെ വ്യാകരണത്തെയും പ്രണയത്തിൻ്റെ പദസഞ്ചയത്തെയും അലിയിച്ചു കളയുക കൂടിയാണ്. പതിറ്റാണ്ടുകളായി മായ്ക്കപ്പെട്ടിട്ടും 21-ാം നൂറ്റാണ്ടിൽ പൂർവാധികം ശക്തിയോടെ യുക്രൈൻ ഉയർത്തെഴുന്നേറ്റു എന്നത് അതിശയം തന്നെ. 2022 ഫെബ്രുവരി 24 പുലർച്ചെ റഷ്യൻ ടാങ്കുകൾ അതിർത്തി കടന്നതിൻ്റെ പൊരുൾ തേടണമെങ്കിൽ അതിനു മുൻപേ നടന്ന 1000 വർഷത്തെ ഈ തർക്കം നാം മനസ്സിലാക്കണം. അത് 2014 1930 തുടങ്ങിയതല്ല. 9-ാം നൂറ്റാണ്ടിൽ റഷ്യ എന്നോ യുക്രൈൻ എന്നോ ഉള്ള വാക്കുകൾ ജനിക്കുന്നതിനു മുൻപേ ബാൾട്ടിക് കടലിനെ കോൺസ്റ്റാന്റിനോപ്പിളുമായി ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകളിൽ സ്ലാവിക് നഗര രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ നിലവിൽ വന്നു. നോർസ് വ്യാപാരികളായ റൂസ് വംശജർ ഈ സംസ്കാരത്തിന് പേര് നൽകി. 9-ാം നൂറ്റാണ്ടിൽ വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള വൈക്കിങ്ങുകളാണ് റൂസ്. കിഴക്കൻ സ്ലാവിക് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചതോടെയാണ് ഈ രാജവംശം തുടങ്ങുന്നത്. ഐതിഹ്യമനുസരിച്ച് നോവ്ഗോറോഡ് നഗരത്തിൽ അധികാരം സ്ഥാപിച്ച റൂറിക്കാണ് ഈ വംശത്തിന്റെ സ്ഥാപകൻ. റൂസ് സാമ്രാജ്യത്തിലെ ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ നിയമസംഹിതയാണിത്. റുസ്കായ പ്രാവ്ദ എന്നാൽ റൂസിലെ സത്യം അല്ലെങ്കിൽ റൂസിലെ നീതി എന്നാണ് അർത്ഥം. റുസ്കായ പ്രാവ്ദ എന്നത് കേവലം ഒരു നിയമ പുസ്തകമല്ല, മറിച്ച് കിഴക്കൻ യൂറോപ്പിലെ ജനത എങ്ങനെ ഒരു പരിഷ്കൃത സമൂഹമായി മാറി എന്നതിൻ്റെ തെളിവാണ്. റൂസ് സാമ്രാജ്യത്തിന്റെ അധിപതി യാരോസ്ലാവ് ദി വൈസ് തന്റെ പുത്രിമാരെ യൂറോപ്പിലെ വിവിധ രാജാക്കന്മാർക്ക് വിവാഹം കഴിച്ചു നൽകിയതിലൂടെ കൈവൻ റൂസിനെ അക്കാലത്തെ ഒരു യൂറോപ്യൻ സൂപ്പർ പവറായി മാറ്റിയിരുന്നു. കീവ് ആയിരുന്നു ഈ ലോകത്തിന്റെ ഹൃദയം. AD 988 വ്ളാഡിമിർ രാജകുമാരൻ യുക്രൈനിയൻ ഭാഷയിൽ വളോഡൈമിർ ക്രിസ്തുമതം സ്വീകരിക്കുകയും തന്റെ ജനതയെ നീപ്രോ നദിയിലെ വെള്ളത്തിൽ സ്നാനം ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വെറുമൊരു മതത്തെ മാറ്റുകയായിരുന്നില്ല, കിഴക്കൻ സ്ലാവിക് ആത്മാവിനെ അക്കാലത്തെ ഏറ്റവും സമ്പന്നമായ ബൈസാന്റിയൻ സംസ്കാരവുമായി കൂട്ടിച്ചേർക്കുകയായിരുന്നു. 11-ാം നൂറ്റാണ്ടിലെ പാരീസിനേക്കാൾ എത്രയോ മനോഹരവും സംസ്കൃതവുമായ നഗരമായിരുന്നു കീവ്. എന്നാൽ 1240 മംഗോളിയൻ അധിനിവേശം ഈ സ്ലാവിക് ലോകത്തെ എന്നേക്കുമായി രണ്ടായി പിളർത്തി. വടക്ക് മോസ്കോ കേന്ദ്രീകരിച്ചുള്ള ഒരു ചെറിയ പ്രവിശ്യ മംഗോളിയൻ ആധിപത്യത്തിന് കീഴിൽ അതിജീവനത്തിന്റെ വഴികൾ തേടി. അവിടെ അധികാരം കേവലം ഏകപക്ഷീയമായിരുന്നു. എന്നാൽ യുക്രൈൻ ഉൾപ്പെടുന്ന തെക്കൻ പ്രദേശങ്ങൾ പോളിഷ് ലിത്വാനിയൻ കൂട്ടായ്മയുടെയും പിന്നീട് ഓസ്ട്രോ ഹംഗേറിയൻ സ്വാധീനത്തിന്റെയും ഭാഗമായി. ഇവിടെ നവോത്ഥാനം അലയടിച്ചു. അവിടെ നിന്നാണ് സ്വാതന്ത്ര്യദാഹികളായ സപ്പോറോഷ്യൻ കൊസാക്കുകൾ ഉയർന്നു വന്നത്. റഷ്യൻ ഭാഷയേക്കാൾ പഴക്കമുള്ളതാണ് യുക്രൈനിയൻ. റഷ്യൻ ഉപേക്ഷിച്ച പല ശൈലികളും ഇതിൽ ഇന്നും നിലനിൽക്കുന്നു. ഉക്രൈനിയൻ ഭാഷ സംഗീതാത്മകമാണ്. അത് കുന്നിൻ ചെരുവുകൾ പോലെ കയറിയും ഇറങ്ങിയും ഒഴുകുന്നു. 19-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത കവി ഇവാൻ ഫ്രാങ്കോ പറഞ്ഞത് യുക്രൈനിയൻ ഭാഷയുടെ വാസ്തുവിദ്യ കവിതയ്ക്കും പ്രണയത്തിനും ദുഃഖത്തിനും ഏറ്റവും അനുയോജ്യമാണെന്നാണ്. എന്നാൽ ഈ സാമ്യത്തെ സാമ്രാജ്യത്വ ശക്തികൾ ആയുധമാക്കി. രണ്ടും ഒന്നാണെന്നും യുക്രൈനിയൻ വെറുമൊരു ഗ്രാമീണ ഭാഷയാണെന്നും അവർ വാദിച്ചു. ഇത് കേവലം ഒരു വാദമായിരുന്നില്ല, മറിച്ച് ഒരു ഭരണകൂട നയമായിരുന്നു. 1876 അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തി ഒപ്പിട്ട എംസ് ഡിക്രി ഉക്രൈനിയൻ ഭാഷയിലുള്ള പുസ്തകങ്ങളും നാടകങ്ങളും നിരോധിച്ചു. സ്വന്തം മണ്ണിൽ അന്യരാക്കപ്പെടുകയായിരുന്നു ആ ജനത. എന്നിട്ടും ആ ഭാഷ അതിജീവിച്ചു. കർഷകരുടെ ഓർമ്മകളിലും രഹസ്യമായി കടത്തിക്കൊണ്ടുപോയ കയ്യെഴുത്തു പ്രതികളിലും കോബ്സാരി എന്നറിയപ്പെടുന്ന അന്ധരായ പാട്ടുകാരിലൂടെയും. താരസ് ഷെഫ്ചെങ്കോ എന്ന കവി ഈ അതിജീവനത്തിന്റെ പ്രവാചകനായി. ഒരടിമയായി ജനിച്ച അദ്ദേഹം യുക്രൈനിയൻ ബോധത്തിന്റെ ശില്പിയായി മാറി. മോസ്കോയുടെ ഇപ്പോഴത്തെ ചരിത്രകാരന്മാർ പറയുന്നത് റഷ്യയാണ് ജ്യേഷ്ഠനെന്നാണ്. എന്നാൽ സംഗതി അങ്ങനെയല്ല. കീവിലെ രാജകുമാരിമാർ ഫ്രഞ്ച് രാജാക്കന്മാരെ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് മോസ്കോ വെറും ചതുപ്പു നിലമായിരുന്നു. അവിടെ ഏതാനും തവളകൾ മാത്രമേ സമാധാനമായി ജീവിച്ചിരുന്നുള്ളൂ. മോസ്കോയാണ് കീവ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ഒരു കൗമാരക്കാരൻ തന്റെ അമ്മൂമ്മയ്ക്ക് ജന്മം നൽകിയെന്ന് അവകാശപ്പെടുന്നത് പോലെയായി. ചരിത്രപരമായി അത് അസംഭവ്യവും യുക്തിക്ക് നിരക്കാത്തതുമാണ്. പിന്നീടാണ് സ്റ്റാലിൻ്റെ വരവ്. യുക്രൈനിലെ സമൃദ്ധമായ ഗോതമ്പ് പാടങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഇവിടെയുള്ളവരൊക്കെ ചത്തൊടുങ്ങിയാൽ ഈ പാടങ്ങൾ കാണാൻ ഇതിലും ഭംഗിയുണ്ടാകുമെന്നാണ്. ഹോളോഡോമോർ എന്നത് വെറുമൊരു കൃഷിനാശമായിരുന്നില്ല, അത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പട്ടിണി കൊലയായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ വിശന്നു മരിക്കുമ്പോഴും സോവിയറ്റ് ഭരണകൂടം ലോകത്തോട് പറഞ്ഞത് യുക്രൈനിൽ എല്ലാവരും സുഖമായി ജെല്ലി കഴിച്ചു ജീവിക്കുകയായിരുന്നു എന്നാണ്.
മംഗോളിയൻ അധിനിവേശത്തിനു ശേഷം മോസ്കോയിൽ രൂപപ്പെട്ടത് സാർ ചക്രവർത്തിമാരുടെ കേന്ദ്രീകൃതമായ ഭരണമാണ്. അവിടെ അധികാരം ഒരാളുടെ കയ്യിൽ മാത്രമായിരുന്നില്ല. അത് പിന്നീട് സോവിയറ്റ് യൂണിയനിലേക്കും ഇപ്പോൾ പുടിനിലേക്കും പകർന്നു നൽകപ്പെട്ടു. 1954 സോവിയറ്റ് നേതാവ് നികിത ക്രൂഷ്ചേവ് ഒരു സൗഹൃദ സമ്മാനമായി ക്രിമിയ ഉക്രൈനു നൽകിയതായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ ഇത് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു. റഷ്യയുടെ കരിങ്കടൽ നാവികപ്പടയുടെ ആസ്ഥാനം ഇവിടെയാണ്. സൈനികമായും സാമ്പത്തികമായും ക്രിമിയ റഷ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. യുക്രൈനിയൻ സാഹിത്യത്തിലെയും ചിന്താലോകത്തെയും ഏറ്റവും കരുത്തുറ്റ ശബ്ദമാണ് ഒക്സാന സബുഷ്കോ. സബുഷ്കോയുടെ കൃതികൾ ഉക്രൈൻ്റെ പോരാട്ടത്തെ വെറുമൊരു സൈനിക പോരാട്ടമായല്ല, മറിച്ച് ഒരു സാംസ്കാരിക യുദ്ധമായാണ് കാണുന്നത്. റഷ്യൻ സംസ്കാരം എന്ന് വിളിക്കപ്പെടുന്നതിൽ മിക്കതും യുക്രൈനിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്ന് അവർ ആർജവത്തോടെ വാദിക്കുന്നു. അവരുടെ ദ മ്യൂസിയം ഓഫ് അബാൻഡൻഡ് സീക്രട്സ് എന്ന നോവൽ 2ാം ലോക മഹായുദ്ധം മുതൽ ഇന്നത്തെ യുക്രൈൻ വരെയുള്ള ചരിത്രത്തെയും ഓർമ്മകളെയും മനോഹരമായി കോർത്തിണക്കുന്നു. വാക്കുകൾക്ക് കവിതയ്ക്ക് ബോംബുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയും. കാരണം അവ ഒരു ജനതയ്ക്ക് അവരുടെ നഷ്ടപ്പെട്ട ചരിത്രവും അഭിമാനവും തിരിച്ചു നൽകുന്നു.